രവീന്ദ്രൻ പവിത്ര മാത്യു പാലം ഒന്നോ നോക്ക്. ഞാൻ എന്നെ തൊള്ളത് പരിചയപ്പെടുത്താം. അയാമേ കുട്ടി പവിത്ര. ഇന്ന് എന്റെ ദിവസമല്ലേ? എങ്കിൽ എല്ലാവരും ഇന്ന് ചായ കുടിച്ചത് തന്നെ. എങ്കിലും ആരും ചായ കുടിക്കണ്ട. എടാ ഒരു മണി കണ്ടിച്ചോരയില്ലാത്ത വർത്താനം പറയുന്നു. സമാധാനമായല്ലോ, സന്തോഷമായല്ലോ. അതിന് ഞാനിപ്പോ എന്ത് ചെയ്തു? എനിക്ക് ഹാർട്ടുണ്ടോ ഈ നാട്ടിലെ പെമ്പിള്ളേർക്ക് ചോദിച്ചു നോക്കണം. കക്ഷി മെഡിക്കൽ റെപ്പാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് കമ്പനിയുടെ ഗുഡ് സർവീസ് എൻട്രി വാങ്ങിയവനാ. യൂണിവേഴ്സിറ്റി കോളേജിൽ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ആള് സ്മാർട്ടാ. പക്ഷെ ഒരേ ഒരു വീക്ക്നെസ്. അവന്റെ ഭാഷയെ പറഞ്ഞ ഒരു ത്രില്ല് എന്ന് വെച്ചാൽ ഒരുമാതിരി കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളരെ കണ്ട കേറി അങ്ങ് പ്രേമിക്കും. എന്തൊരു ഭാഗ്യം. അടുത്ത ജന്മത്തിലെങ്കിലും ഇവന്റെ രാശിയിൽ ജനിക്കണേ. നീ ഒരു 2 നമ്പർ കാണിച്ചാ. നിനക്കിതൊന്നും പറഞ്ഞിട്ടില്ല. എന്താണ് വണ്ടി നിർത്തിയത്? പെണ്ണ് കാണാൻ. ഒന്നല്ല 9 എണ്ണത്തിനെ കാണിച്ച ഈ മാത്യു വീട്ടിൽ തരാം. എന്നാ ഈ പവിത്രൻ ഒരെണ്ണത്തിനെ കാണിച്ചു. 1 മാസത്തിനകം വീഴ്ത്തിയില്ലെങ്കിൽ ഈ തലയുടെ പകുതി വടി മീശയുടെ പകുതിയും ചുരണ്ടി കളഞ്ഞ് ഡിഫൻസ് പോസ്റ്റിന് മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. പോരെ ഹരം പിടിച്ച് വരികയായിരുന്നു. അപ്പോഴൊക്കെ ചെടി വന്ന് പറഞ്ഞു. പിന്നെ അതെങ്ങനെ ഫിനിഷ് ചെയ്ത്? എന്താ മിലിറ്ററി അല്ല പോലീസ്. തല ഒരു വശം മുട്ടയടിച്ച് ഹോസ്റ്റലിന്റെ മുന്നിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ്. നല്ല രസമുണ്ടാവും. ഇവിടെ എന്തൊക്കെ ബഹളമായിരുന്നു. നാളെ രാവിലെ തന്നെ മ്യൂസിയത്തിലെത്തണം. നിങ്ങളുടെ എല്ലാം മുമ്പിൽ വെച്ച് അവളെ കൊണ്ട് പറയിപ്പിക്കാം എന്നൊക്കെ. കാലത്തെല്ലാരും റെഡിയായി. രാവിലെ 7 മണിക്ക് അവളെയും കൊണ്ട് ഞാൻ മ്യൂസിയം പാർക്ക്. ഇന്ന് അവളെ കൊണ്ട് എന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറയും. അത് കഴിഞ്ഞാൽ കമലു കട്ട്. പോട്ടെ. എന്റെ ദേവി. സാറ് വിളിച്ചോ? ഇല്ല, ഞാൻ മൂകാംബിക ദേവിയെന്ന് വിളിച്ചത്.